Good morning. Our next area in marketing is pricing. This is a new chapter for you. Pricing. So, pricing is related to price of a product. Pricing is related to price of a product. Price means the cost plus profit. That is the price. Cost plus profit. So cost means how much amount is spent for reaching the products in the hands of customers. How much expense incurred, how much cost incurred. That is total cost plus the profit, that means the income expected. So the cost plus profit is equal to price of a particular product. Okay. Here, different meaning of price is available. First one, it is the amount paid by the buyer to seller for a product. It is the amount paid by the buyer to seller for a product. So price is the amount paid by the buyer. When the buyer buying the product, he is giving something to the seller. He is needed to pay. He want to make payment of a particular amount to the seller for getting the product. That is price. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുക അല്ലെങ്കിൽ ഒരു ബയർ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ സെല്ലർക്ക് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ അതിനെയാണ് പ്രൈസ് എന്ന് പറയുക. Then another one, it is the exchange value of product or service in terms of money. Exchange value. നമുക്ക് സെല്ലർ ഗുഡ്സ് ഓർ സർവീസ് തരുന്നതിന് പകരമായിട്ട് നമ്മൾ എന്താണോ മ്യൂച്വൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതിനെ പ്രൈസ് എന്ന് പറയും. മറ്റൊരു മീനിങ് ആണ് പ്രൈസ് ഈസ് വാട്ട് യു പേ and value is what you get. Price is what you pay. നമ്മളൊരു പേന വാങ്ങുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്താണോ നൽകുന്നത് അതിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുക. ആൻഡ് വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. നമുക്ക് കിട്ടിയതിന് വാല്യൂ. അപ്പോൾ അതാണ് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. The value is what you get. വാല്യൂ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുക എന്ന് പറഞ്ഞിരുന്നു. Then next one, the price is what a firm charges from its customers. Price is what a firm charges from its customers. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ മാർക്കറ്റർ എത്രയാണോ വാങ്ങുന്നത് അല്ലെങ്കിൽ എന്താണോ അയാൾക്ക് ചാർജ് ചെയ്യുന്നത് അതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു 4 മീനിങ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സിമ്പിളും അതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നതുമായ മീനിങ് ആണ് ഒന്നാമത്തേത്. പ്രൈസ് ഈസ് ദി എമൗണ്ട് പെയ്ഡ് ബൈ ദി ബയർ ടു ദി സെല്ലർ ഫോർ എ പ്രോഡക്റ്റ്. Price is the amount paid by the buyer to the seller for a product. Okay. How we can set a price for a product? ഒരു പ്രോഡക്റ്റിന് നമ്മൾ എങ്ങനെയാണ് പ്രൈസ് സെറ്റ് ചെയ്യുക? അപ്പൊ അതിന് സ്റ്റെപ്പ് ബൈ അതിൽ ഓരോ സ്റ്റെപ്പും നമുക്ക് അറിയണം. 7 സ്റ്റെപ്പാണ് മൊത്തമായിട്ട് ഇവിടെ ഉള്ളത്. അതിൽ ഓരോ സ്റ്റെപ്പിനും പ്രത്യേകതയുണ്ട്. ആ ഓരോന്നും നമ്മൾ ഒന്നാമത്തെ കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞ് നെക്സ്റ്റ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ്, അങ്ങനെ 7 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ശരിക്കും നമ്മൾ പ്രൈസ് ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ എന്നാണ്. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് പ്രൈസിങ് ഒബ്ജക്റ്റീവ് അല്ലേ.
അപ്പോൾ പ്രൈസിങ് എന്തിനാണ് നടത്തുന്നത് എന്ന് നോക്കിയിട്ട് ആ ഒബ്ജക്റ്റീവിനനുസരിച്ചുള്ള പ്രൈസ് ആണ് ഫിക്സ് ചെയ്യുന്നത്. രണ്ടാമത്തത് അസസ്മെന്റ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റ്സ് ഇവാലുവേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു പർച്ചേസ്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്, നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആ ആളുകളാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്. അവരുടെ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഇവാലുവേഷൻ ഓഫ് പ്രൈസ്, അതുപോലെ അവരുടെ എബിലിറ്റി ടു പർച്ചേസ്. Then third one, determination of demand. പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലെന്ന്. Then next one, analysis of cost. നമുക്ക് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ആ പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലെത്താൻ. Then അതും കഴിഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് കോസ്റ്റ്, പ്രൈസ് ആൻഡ് ഓഫർ. നമ്മൾ മാത്രമല്ല, മാർക്കറ്റിൽ ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ആ കോമ്പറ്റീറ്റേഴ്സിന്റെ കോസ്റ്റ് എത്രയാണ്, കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് എത്രയാണ്, അവരെന്തൊക്കെ തരത്തിലുള്ള ഓഫറുകളാണ് നൽകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സിക്സ്ത് സ്റ്റേജ്, സെലക്ഷൻ ഓഫ് പ്രൈസിങ് മെത്തേഡ്. പ്രൈസിങ് പലതരത്തിലുള്ള പ്രൈസിങ് മെത്തേഡുകളുണ്ട്. ആ പ്രൈസിങ് മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് പ്രൈസ്. നമ്മുടെ പ്രോഡക്റ്റിന് എത്രയാണ് പ്രൈസ് എന്ന് വെച്ചാൽ അത് നമ്മൾ സെറ്റ് ചെയ്യും. ഈ 7 സ്റ്റേജസ് ആണ് നമുക്ക് പ്രൈസ് സെറ്റിങ്ങിൽ ഉള്ളത്. ഓരോന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തത് പ്രൈസിങ് ഒബ്ജക്റ്റീവ്. Although the basic pricing ingredients, that is cost, competition, demand and profit, are the same for all firms, the optimum mix of these factors varies according to the nature of product, market and corporate objectives. The manager's job is to develop and implement a pricing strategy that meets a particular company's needs at a certain point of time. ഇവിടെ പറയുന്നത് ഏത് കമ്പനിയാണെങ്കിലും അതിൻ്റെയൊക്കെ പ്രൈസിങ് ഇൻഗ്രീഡിയൻസ് സെയിം ആണ്. അവരുടെ ടോട്ടൽ കോസ്റ്റ്, കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട്, ഡിമാൻഡ് എത്ര ഉണ്ട്, പ്രോഫിറ്റ് എത്ര എക്സ്പെക്ട് ചെയ്യുന്നു, ഇതൊക്കെ എല്ലാവർക്കും സെയിം ആണ്. പക്ഷേ ദ ഒപ്റ്റിമം മിക്സ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് വേരീസ്. ഇതിൽ ഇപ്പോൾ കോസ്റ്റ് കഴിഞ്ഞ് കോമ്പറ്റീഷൻ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം, ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടാവാം, നമ്മൾ നിശ്ചയിക്കുന്ന പ്രോഫിറ്റുകളിൽ മാറ്റം ഉണ്ടാവാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് സെയിം ആണെങ്കിലും അതിന്റെ മിക്സ് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, ഡിമാൻഡ് ചിലപ്പോൾ കുറച്ച്, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതൽ നമ്മൾ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ കുറവ്, കോമ്പറ്റീഷൻ കൂടുതലോ കുറവോ ഒക്കെ, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അതിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ദ മാനേജേഴ്സ് ജോബ് ഈസ് ടു ഡെവലപ്പ് and implement a pricing strategy that meets particular company's needs at a certain point of time. അപ്പൊ മാനേജർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏതെല്ലാം അളവിൽ ഓരോന്നും നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റുക. അപ്പൊ പ്രൈസിങ് ഒബ്ജക്റ്റീവ് പല രൂപത്തിലുണ്ട്. ചിലപ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ സെയിൽ കൂട്ടുക എന്നുള്ളതാവാം. അപ്പോൾ ഈ ഏത് തരത്തിലാണെങ്കിലും, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാവാം. അപ്പൊ നമ്മൾക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ ആ ഒബ്ജക്റ്റീവ് ആദ്യം അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജ്. എന്നാൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ മാർക്കറ്റ്സ് ഇവാലുവേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു പർച്ചേസ്. മാർക്കറ്റ് ഇവാലുവേഷൻ, നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണ്, അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അവർക്ക് വേണ്ട പ്രൈസ് എത്രയാവണം എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ ആ ടാർഗറ്റ് മാർക്കറ്റിന്റെ എബിലിറ്റി ടു പർച്ചേസ്, അവരെ കൊണ്ട് അത് വാങ്ങാൻ കഴിയുന്നതാണോ, അത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് മാർക്കറ്റ് ആണോ നമ്മുടേത് എന്ന് നോക്കുക. സോ although it is assumed that price is a significant issue for customers, the price depends on the type of product and the type of market the company targets. രണ്ടും ഉണ്ട്. പ്രൈസ് ഈസ് ഡിപ്പെൻസ് ഓൺ ദി ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. ചില പ്രോഡക്റ്റിന് പ്രൈസ് വളരെ കൂടുതലായിരിക്കും, ചില പ്രോഡക്റ്റിന് കുറവായിരിക്കും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ടൈപ്പ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, സ്റ്റുഡൻസിന്, സ്കൂൾ സ്റ്റുഡൻസിന്റെ പ്രോഡക്റ്റ്, കോളേജ് സ്റ്റുഡൻസിന്റെ പ്രോഡക്റ്റ്, അതുപോലെ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇവരുടേതൊക്കെ ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസിൻ്റെതാണെങ്കിൽ
എന്താ പറയുക, മാക്സിമം പ്രൈസ് കുറഞ്ഞാൽ മാത്രമേ അവരത് വാങ്ങിക്കുള്ളൂ. പ്രൊഫഷണൽസ് ആണെങ്കിൽ അത് ആ മാർക്കറ്റിൽ പ്രൈസ് മാക്സിമം കുറയ്ക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ടൈപ്പ് ഓഫ് മാർക്കറ്റും ഇതിന് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ദ ഇൻഫർമേഷൻ about the target market price evaluation may also help a market to determine how far above the competition a firm can set its prices. അപ്പൊ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക ടാർഗറ്റ് മാർക്കറ്റിനെ ഇവാലുവേഷൻ നടത്തും. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ബയേഴ്സ് പർച്ചേസിംഗ് പവർ and knowing how important a product is to them compared to other products helps the marketers assess the market's price valuation accurately. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എത്രത്തോളം വാല്യൂബിൾ ആണ്, പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ അവർ വാങ്ങാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. മാത്രമല്ല, ഇനി നമ്മുടെ പ്രോഡക്റ്റ് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അതില്ല, നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ they will be ready to buy the product, otherwise they will change to the substitute product. Okay, so evaluate the market and their ability to purchase the product. ഇത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് സ്റ്റേജ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിമാൻഡ്. നമ്മുടെ പ്രോഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് നോക്കുക. അപ്പൊ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ പ്രൈസ് നമുക്ക് കൂട്ടാം, ഡിമാൻഡ് കുറവാണെങ്കിൽ പ്രൈസ് കൂട്ടാനും പാടില്ല. So the level of demand for a product depends on the price set levels, thus having different impact on the concept firm's marketing objectives. It is known that price quantity relationship is inverse except for a few exceptions. That is, less will be demanded if the price is charged high and more will be demanded if the price is charged less, which means the buyers are price sensitive. അപ്പൊ ചില എക്സെപ്ഷണൽ കേസിൽ ഒഴികെ പ്രൈസ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറയാനുള്ള സാധ്യത ഉണ്ട്, പ്രൈസ് കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്, എക്സെപ്ഷണൽ കേസ് ഒഴികെ. Then the next fourth step is analysis of cost. In setting prices, a company considers its production, distribution, and other costs and as demand elasticity. To stay in business, a company has to set prices that cover all its costs. അപ്പോൾ അനാലിസിസ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റിൽ ഏതൊക്കെ തരത്തിലുള്ള കോസ്റ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് അറിയുകയും ആ കോസ്റ്റ് കവർ ചെയ്യുന്ന തരത്തിലുള്ള പ്രൈസ് ആയിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, എന്നാലേ നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഉണ്ടാവും, അതുപോലെ മറ്റു തരത്തിലുള്ള കോസ്റ്റുകൾ, ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, ഇലക്ട്രിസിറ്റി കോസ്റ്റ്, ടെലിഫോൺ ചാർജസ്, ആ തരത്തിലുള്ള ഒരുപാട് ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ദെൻ along with the different costs we want to consider the demand elasticity also. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പൊ ഏതൊക്കെ കോസ്റ്റുകൾ ഉണ്ട്, ഏതൊക്കെ കോസ്റ്റുകളാണ് വരുന്നത് എന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് സ്റ്റേജ് ഇവാലുവേഷൻ ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, കോസ്റ്റ്, പ്രൈസ് ആൻഡ് ഓഫർ. നമ്മുടെ കോസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അവരുടെ പ്രൈസ് എങ്ങനെയാണ്, അവരുടെ ഓഫർ എന്തൊക്കെയാണെന്ന് അറിയാം. So to set price appropriately, a company should have a clear picture of competitors' cost, price, and reaction against possible range of prices determined by market demand and cost. Even if marketer has access to competitors' price list, the list may not reflect the actual prices at which competitive products are sold. The actual price may be established through negotiation. അപ്പൊ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് എത്രയാണ്, അവരുടെ കോസ്റ്റ് എങ്ങനെയാണ്, അവര് കൊടുക്കുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയാം. അപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും, കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷെ എന്നാലും ആ പ്രൈസ് ലിസ്റ്റ് കറക്റ്റ് ആവണം എന്നില്ല. ഇപ്പൊ അതില് അവരുടെ പ്രോഡക്റ്റിന് അവർ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ചിലപ്പോൾ ഒരു
45 രൂപയാണ്. അവർ ചിലപ്പോൾ അത് വിൽക്കുന്നത് 40 രൂപയ്ക്ക്, നെഗോഷിയേഷൻ കഴിഞ്ഞ 40 രൂപ വിൽക്കുന്നുണ്ടാവും. അപ്പൊ ആ മാറ്റവും നമ്മൾ കൃത്യമായിട്ട് അറിയണം. അതാണ് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ്, ഓഫേഴ്സ്, കോസ്റ്റ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കണക്ഷൻ ആയതാണ്. അപ്പോ ആറാമത്തെ സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് പ്രൈസിങ് മെത്തേഡ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസും കോസ്റ്റും ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത ശേഷം നമ്മൾ ആറാമത്തെ സ്റ്റെപ്പിൽ എൻ്റർ ചെയ്യും. അവിടെ നമ്മൾ പ്രൈസിങ് മെത്തേഡ്, പലതരത്തിലുള്ള പ്രൈസിങ് മെത്തേഡുകൾ. സോ ഇൻ സെലക്ടിങ് എ പ്രൈസ്, കമ്പനി ഹാസ് ടു സെലക്ട് എ പർട്ടിക്കുലർ പ്രൈസിങ് മെത്തേഡ് ഇൻക്ലൂഡിംഗ് കോസ്റ്റ് കൺസിഡറേഷൻ, കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, കസ്റ്റമേഴ്സ് അസസ്മെന്റ് ഓഫ് യുണീക്ക് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മളുടെ പ്രൈസിങ് മെത്തേഡ് ഏതാണ്? കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് ആണോ, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് ആണോ, വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് ആണോ, പ്രോഫിറ്റ് ഓറിയന്റഡ് പ്രൈസിംഗ് ആണോ എന്നൊക്കെ. അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റേജ്. ഇതും കഴിഞ്ഞാൽ അവസാന സ്റ്റേജ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് സ്പെസിഫിക് പ്രൈസ്. നമ്മുടെ യഥാർത്ഥ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അത് ഫിക്സ് ചെയ്യും. So the final price may be selected easily based on pricing methods discussed earlier. To select a final price, a few additional factors to be taken into consideration by a company. These are psychological pricing, influences of other marketing mix elements on price, company pricing policies, price impact on other parties, etc. അപ്പൊ നമ്മൾ നമ്മുടെ ആറാമത്തെ സ്റ്റേജിൽ പ്രൈസിങ് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്ത ശേഷം പലതരം പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അവസാനമായിട്ട് നമ്മൾ ഈ ഫൈനൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ മറ്റ് എലമെന്റ്സ് വരാം, അല്ലെങ്കിൽ പ്രൈസിങ് പോളിസീസ് ആവാം, then pricing impacts on other parties. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഫൈനലി we are fixing a price, final price. These are the different stages include in the pricing of a product. Okay, ഇതാണ് പ്രൈസിംഗിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. ഇനി പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് നമ്മൾ പ്രൈസിംഗ് ഫിക്സ് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റിന് പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആർ ദി ഗോൾസ് ദാറ്റ് ടെൽ വാട്ട് എ മാർക്കറ്റർ വാണ്ട്സ് ടു അച്ചീവ് ത്രൂ പ്രൈസിംഗ്. അപ്പൊ പ്രൈസിംഗ് എന്തിനാണെന്ന് വെച്ചാൽ പ്രൈസിംഗിലൂടെ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് മാക്സിമൈസ് പ്രോഫിറ്റ്, മാക്സിമൈസ് സെയിൽ, ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ, to meet competition, return on investment. ഇതൊക്കെ പലതരത്തിലുള്ള പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ നമ്മൾ പ്രൈസിംഗിന്റെ സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇതൊക്കെയാണ് ആ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. Then next one, the influencing factors for a price decision.
പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. അത് അണ്ടർ കൺട്രോൾ ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്, നമ്മൾക്ക് അതിൽ മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. അപ്പൊ മാർക്കറ്റിലുള്ള ചേഞ്ചസിനനുസരിച്ച് ഈ ഫാക്ടേഴ്സിൽ ഇന്റേണൽ ഫാക്ടേഴ്സിലും നമ്മൾ മാറ്റം വരുത്തണം. Then second factors are external factors. External factors are those factors which are from outside the organization. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എംപ്ലോയീസിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി, അത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പുറത്ത് എന്തെങ്കിലും മാറുമ്പോൾ കോമ്പറ്റീഷൻ ശക്തമായി, അപ്പൊ അവിടെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടത്ര കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. എന്നാൽ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണമാണ് ഗവൺമെന്റ് പോളിസിയിൽ നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ ഓർഗനൈസേഷന് മാറ്റം വരുത്താൻ കഴിയില്ല, അത് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ആ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ള അവിടെ നടക്കുള്ളൂ. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സിനനുസരിച്ച് കമ്പനി മാറുക എന്നും, അതുപോലെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഫാക്ടേഴ്സ് നമ്മൾ തന്നെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എന്ന് നോക്കാം. These factors will be affected for the pricing decision. നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രൈസിംഗ് ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിംഗ് ഡിസിഷൻ എന്നുള്ളത്. ഇവിടെ സെൻട്രൽ ഭാഗത്ത് പ്രൈസിംഗ് ഡിസിഷൻ എന്ന് കാണാൻ പറ്റും. ദെൻ അതിൽ ആദ്യത്തെ ലെയറിൽ 5 കാര്യങ്ങൾ പറയുന്നു: കോസ്റ്റ്, ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, മാർക്കറ്റിംഗ് മിക്സ്, ദെൻ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. ഇത് 5 കാര്യങ്ങളും ഇന്റേണൽ ഫോഴ്സസ് ആണ്. അതുപോലെ തന്നെ 6 കാര്യങ്ങൾ അതിന്റെ പുറത്തുള്ള ലെയറിൽ കാണാം: ഡിമാൻഡ്, ഇക്കണോമിക് കണ്ടീഷൻ, ഗവൺമെന്റ്, കോമ്പറ്റീഷൻ, സപ്ലയേഴ്സ് ആൻഡ് ബയേഴ്സ്. ഇതൊക്കെ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. അത് നമ്മളുടെ കൺട്രോളിലുള്ള ഒന്നല്ല, പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ ഇന്റേണൽ ഫോഴ്സസ് ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇന്റേണൽ ഫാക്ടേഴ്സ്. അപ്പൊ ഒന്നാമത്തത് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. So the pricing decision occurs on 2 levels in the organization. Overall price strategy is dealt with by top executive. They determine the basic ranges that the product falls into in terms of market segments. The actual mechanics of pricing are dealt with at lower levels in the firm and focus on individual product strategies. Usually some combination of production and marketing specialists are involved in choosing the price. ഒന്ന് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, അവരാണ് ഡിസൈഡ് ചെയ്യുക പ്രൈസിന്റെ റേഞ്ച് ഏത് ആ പ്രൊഡക്ഷൻ മാനേജറും ഈ പ്രൈസിംഗിന്റെ ഓർഗനൈസേഷൻ ഫോഴ്സിൽ വരുന്ന ഒരു വിഭാഗം. അതുപോലെ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, നമ്മൾ ഇത് പുറത്ത് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഉപയോഗിക്കണം, അതിനൊക്കെ നമുക്ക് എത്രത്തോളം വരുന്നുണ്ട്. ഈ തരത്തിലുള്ള പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് എക്സ്പേർട്സും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ടോപ്പ് എക്സിക്യൂട്ടീവ്സും ഒക്കെ ഒരുമിച്ചിരുന്ന് അവര് ഒരുമിച്ചിരുന്നിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ പ്രോഡക്റ്റിന്റെ പ്രൈസ്. അപ്പൊ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഫാക്ടറാണ് മാർക്കറ്റിംഗ് മിക്സ്.
Marketing experts view price as only one of the many important elements of marketing mix. A shift in any one of three elements has an immediate effect on the other three: production, promotion, and distribution. In some industries, a firm may use price reduction as a marketing technique. അപ്പൊ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്ക് കുറച്ച് കോമ്പിനേഷന്റെ എലിമെന്റ്സ് ആണ്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഓക്കെ, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്, പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് പോകുന്ന പ്രൈസ്, ദെൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ദെൻ പ്രൊമോഷൻ. ഈ 4 കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മിക്സിന്റെ എലിമെന്റ്സിൽ വരുന്നത്. ഇവിടെ ഒരു എലമെന്റ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ദാറ്റ് ഈസ് പ്രൈസിങ്. ആ പ്രൈസിങ് എന്നുള്ള എലമെന്റിൽ നമ്മൾ വരുത്തുന്ന മാറ്റം ബാക്കി 3 എലമെന്റുകളിലും വ്യത്യാസങ്ങൾ വരും. പ്രൈസ് കൂടുതലാണെങ്കിൽ പ്രൊമോഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രോഡക്റ്റ്, ഇതിലൊക്കെ മാറ്റങ്ങൾ വരും. പ്രൈസ് കുറയുകയാണെങ്കിൽ അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിലും കാര്യങ്ങളിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രൊമോഷനിൽ മാറ്റം വരുത്താം, ഡിസ്ട്രിബ്യൂഷനിലൊക്കെ മാറ്റം വരും. അപ്പൊ ഒരു എലമെന്റിൽ വരുന്ന മാറ്റം ബാക്കി ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ മാർക്കറ്റിംഗ് മിക്സിന്റെ ഒരു എലമെന്റ് ആയ പ്രൈസിങ് ബാക്കി 3 എലമെന്റുകളിലും അതിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പൊ ഇന്റേണൽ ഫോഴ്സിൽ വരുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി പ്രൈസിംഗ് ഡിസിഷനിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളത്. ദെൻ തേർഡ് വൺ ആണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് ഡിഫറൻഷിയേഷൻ എന്നുള്ളത്. In order to attract the customers, we are adding some of the characteristics to the product. That may be the quality of product, size of product, color, attractive package, alternative uses, etc. All these are the form of product differentiation. And generally, the customers pay more price for the product which is of the new style, fashion, better packaging, etc. എങ്ങനെ നല്ല ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ, ഫാഷനബിൾ ആണെങ്കിൽ, ബെറ്റർ പാക്കേജ് ആണെങ്കിൽ, ബെറ്റർ സ്റ്റൈലിഷ് പ്രോഡക്റ്റ് ആണെങ്കിലൊക്കെ ഇതിന്റെ പ്രൈസ് കൂടുതലാവാനുള്ള സാധ്യത. അപ്പൊ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ നമ്മൾ നടത്തുമ്പോൾ അതിനനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻസ് വരും. ദെൻ നാലാമത്തെ ഇന്റേണൽ ഫാക്ടർ ആണ് കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് എന്നുള്ളത്. നമ്മളെ പ്രോഡക്റ്റിന്റെ പ്രൈസിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഇന്റേണൽ ഫാക്ടർ ആണ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് എന്നുള്ളത്. സോ നമ്മൾ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് we want to consider the demand and competition in the market. The product ultimately goes to the public and their capacity to pay will fix the cost. Otherwise product would be flapped into the market. അപ്പൊ നമ്മൾക്ക് ഏതെല്ലാം മേഖലയിലാണ് പ്രൈസുകൾ വരുന്നത്, കോസ്റ്റ് വരുന്നത്, ആ കോസ്റ്റ് ഏതൊക്കെ തരത്തിലാണ് എന്നറിയുകയും ആ കോസ്റ്റ് ഒക്കെ കവർ ചെയ്യുന്ന രൂപത്തിലാവണം നമ്മുടെ പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാവും. മാത്രമല്ല അതേ സമയം തന്നെ പബ്ലിക്കിന് എബിലിറ്റി ടു പർച്ചേസ് ഉണ്ടോ എന്ന് കൂടെ നോക്കേണ്ട ഉത്തരവാദിത്വം കമ്പനിക്ക്. ഓക്കെ, ദെൻ അഞ്ചാമതായിട്ട് ഉള്ള അല്ലെങ്കിൽ അവസാനമായിട്ടുള്ള ഇന്റേണൽ ഫോഴ്സ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നുള്ളത്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്. A firm may have various objectives. Firm may pursue a variety of value-oriented objectives such as maximize the sale, maximize market share, maximize customer value, minimize customer volume, maximizing customer volume, minimizing customer volume, maintaining image, maintaining or stabilizing the price, etc. All these are the different type of objectives of the firm. അപ്പോൾ ഓരോ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ടു മാക്സിമൈസ് സെയിൽ കൂടണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ഒബ്ജക്റ്റീവ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൈസിൽ വ്യത്യാസങ്ങൾ വരും. സോ ദീസ് ആർ ദ ഇന്റേണൽ ഫോഴ്സസ്, ഇന്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി പ്രൈസിംഗ് ഡിസിഷൻ. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ ഫാക്ടേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ഇതിലും ഒരു 6ഓളം ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന്, ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ്. ഡിമാൻഡ് നമ്മുടെ കൺട്രോളിൽ ഉള്ളതല്ല. കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിന്
കസ്റ്റമേഴ്സിന് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഡിമാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ് obviously has a big impact on pricing. Since the demand is affected by factors like number of size of competitors, prospective buyers, their capacity and willingness to pay, their preference, etc., are taken into account while fixing the price. So if the demand is very high, we can fix huge price, or if the demand is very less, we want to fix small amount of price for our product, along with considering the competition, then capacity of the buyers or willingness of buyers to pay for the product, etc. All these will be considered while considering the demand for our product. And the second thing is competition. മാർക്കറ്റിൽ പല തരത്തിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. നമ്മുടെ അതേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. That should be, or that also be considered while fixing the price. Competition is a crucial factor in price determination. A firm can fix the price equal to or lower than that of the competitors, provided that the quality of product in no case be lower than that of competitors. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന അതേ എമൗണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിട്ടുള്ള ഒരു പ്രൈസ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം കോമ്പറ്റീറ്റേഴ്സിനേക്കാളും പ്രൈസ് കുറവാണെന്ന് കരുതിയിട്ട് കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കുറയാൻ പാടില്ല. പ്രൈസ് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ച് ക്വാളിറ്റി കുറയാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ പിന്നെ ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാതെ. ഓക്കെ. ദെൻ തേർഡ് വൺ, Suppliers of raw materials and other goods can have a significant effect on the price of product. If the price of cotton goes up, the increase is passed on by suppliers to manufacturers. Manufacturers in turn pass it on to consumers. Suppliers നമുക്ക് കൂടുതൽ ചാർജ് നമ്മളിൽ നിന്ന് ഈടാക്കുമ്പോൾ we will be compelled to increase the price for our product. കാരണം അവര് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോ മെറ്റീരിയൽ, നമുക്ക് ആവശ്യമുള്ള മറ്റു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവര് തരുന്ന പ്രോഡക്റ്റിന്റെ അവർ തരുന്ന ആ ഇൻപുട്സിന്റെ പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിന്റെ പ്രൈസിലും അതേ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത. Then fourth one, economic condition. Inflationary or deflationary tendency affecting the price. In recession period, the prices are reduced to sizable extent to maintain the level of turnover. On the other hand, the prices are increased in boom period to cover the increasing cost of production and distribution, to meet changes in demand, price, etc. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രധാനമായിട്ട് 4 തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഒന്ന് റെസഷൻ പീരീഡും ബൂം പീരീഡും. റെസഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ് നടക്കാത്ത ഒരു സമയമാണ്, ഡള്ളായിരിക്കുന്ന സമയം, അതിനെയാണ് റെസഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ പൈസ നമ്മൾ കുറക്കും. അതുപോലെ ബൂം പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ബിസിനസ് നല്ല രൂപയിൽ നടക്കുന്ന ഒരു സമയമാണ്. ആ സമയം നമുക്ക് പ്രൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, നിങ്ങൾക്കറിയാം, പണപ്പെരുപ്പം. അതുപോലെ തന്നെ ഡിഫ്ലേഷൻ, പണച്ചുരുക്കം. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രൈസിങ്ങിലും അതിനനുബന്ധമായ വ്യത്യാസങ്ങൾ വരും എന്നാണ്. ദെൻ എക്സ്റ്റേണൽ ഫോഴ്സസിലെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലെ അഞ്ചാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഫാക്ടറാണ് ബയേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ്. The various consumers and business that buy a company's product or service may have an influence in the pricing decision. Their nature and behavior for the purchase of particular product, brand or service, etc. affect the pricing when their number is large. അപ്പൊ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ബയേഴ്സിന്റെ ഇൻട്രസ്റ്റ്, ബയേഴ്സിന്റെ ബൈങ് ബിഹേവിയർ, അതുപോലെ തന്നെ അവരുടെ എബിലിറ്റി ടു പർച്ചേസ് ദി ഗുഡ്സ്, അതുപോലെ the quality of brand, then the type of service rendered, all of these will be affecting the pricing of product. ഇതൊക്കെ ബയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ബയേഴ്സിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അതിനനുസരിച്ച് അതൊക്കെ നമ്മുടെ പ്രൈസിനെ ബാധിക്കുകയും ചെയ്യും. ആൻഡ് ഫൈനലി ദി ഗവൺമെന്റ്. By implementing the enactment legislation, it will influence the pricing of our
product. The price cannot be fixed higher as government keeps a close watch on pricing in the private sector. The marketers obviously can exercise substantial control over internal factors, while they have little, if any, control over the external ones. ഇപ്പൊ ചില പ്രോഡക്റ്റുകളൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനികളാണെങ്കിൽ പോലും അതിലൊക്കെ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാസ്ക് പല പ്രൈസിലായിരുന്നു വിറ്റിരുന്നത്. അപ്പൊ അതിന് പല ആളുകളും റീസണബിൾ പ്രൈസിനേക്കാളും കൂടുതലായിട്ട് അത് ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടെ കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് നടന്നു. ഗവൺമെന്റ് ഇപ്പോ 23 രൂപ 27 രൂപ എങ്ങാണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ താഴെ മാത്രമേ മാസ്കുകൾക്ക് ഇപ്പോ പ്രൈസ് ഈടാക്കാൻ അധികാരമുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് വിൽ അഫക്ട് ദി പ്രൈസിംഗ് ഡിസിഷൻ. So these all are about the pricing of a product. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, പ്രൈസിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മുടെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.